ഹലോ, ഇന്നത്തെ ഒരു ബേക്കിംഗ് ഡേ വ്ളോഗാട്ടോ. അന്നത്തെ ദിവസം നമുക്ക് കുറേ കേക്ക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. 3 ഡിഫറെൻറ്റ് കേക്ക്സ് ഉണ്ടായിരുന്നു. 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു. ഒന്ന് തീം കേക്ക് ആയിരുന്നു, ഒന്ന് സ്ക്വയർ കേക്ക് ആയിരുന്നു, ഒന്നൊരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു. സോ അതിൻ്റെ ഒപ്പം നമുക്ക് ബട്ടർ ക്രീമും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ ബട്ടറെല്ലാം ഞാൻ റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മുടെ പാനെല്ലാം ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ബട്ടർ ക്രീമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യണം. മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിൽ ഒരു ഇത്തിരി പോലും വെള്ളം ഉണ്ടാവരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എഗ് യോക്കിൻ്റെ ഒരു ഇത്തിരി പോലും നമ്മുടെ എഗ് വൈറ്റിൽ വീഴരുത്. അതിനുശേഷം കുറച്ചുകൂടെ വലിയൊരു ബൗളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും വർക്കായ റെസിപ്പിയും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയ റെസിപ്പിയാട്ടോ ഇത്. ബട്ടർ ക്രീമിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നൊരു റെസിപ്പിയാണ് നമ്മുടെ സ്വിസ് മൊറൈൻ ബട്ടർ ക്രീമിൻ്റെ. നമ്മൾ ആദ്യം ഈ ബൗളിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഷുഗർ ഒന്ന് ഡിസോൾവ് ആയതിനു ശേഷം നേരെ നമ്മളത് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ആട്ടോ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മാത്രമാണ് ഇതിനകത്ത് കുറച്ച് കെയർഫുള്ളായിട്ടും കുറച്ച് ടൈം എടുത്തും ചെയ്യുന്ന ഒരു പരിപാടി. ബാക്കി എല്ലാം ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് മാത്രം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ സൈഡിലുള്ളതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഷുഗർ ഡിസോൾവ് ആവുന്നവരെ ഒന്ന് പയ്യെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കിട്ടും. ഒട്ടും ബ്രേക്ക് ആവാത്ത 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോയിലിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്തുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ബീറ്റ് ചെയ്യുന്നത്, ഞാൻ സ്റ്റാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ബീറ്റർ ഉള്ളവർക്ക് ഹാൻഡ് ബീറ്റർ ആയാലും യൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ ബൗളോ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പ്ലാസ്റ്റിക്കിൽ ചെയ്യരുത്, ഇതിൽ തന്നെ ചെയ്യണം. കാരണം ചൂടുള്ളത് കൊണ്ടാണ്. എന്നാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ പാത്രത്തിൽ നിന്ന് ചൂട് പോയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ടാണ് കേട്ടോ സ്റ്റീൽ ബൗളോ നമ്മുടെ ഗ്ലാസ് ബൗളോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ നമ്മുടെ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടൊരു സ്റ്റിഫ് പീക്ക് അല്ല, ഒരു സോഫ്റ്റ് പീക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും പയ്യെ ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാനിനകത്ത് നമ്മുടെ പാത്രത്തിൽ ഒട്ടും തന്നെ ചൂടുണ്ടാവരുത്. ഞാൻ ഇങ്ങനത്തെ ഒരു ഐസ് പാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടോ. ഇത് ജെല്ലാണ്. ഇത് നല്ലപോലെ ഫ്രീസർ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് പയ്യെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് തണുപ്പ് വരും. നമ്മുടെ പാത്രത്തിൻ്റെ ഉള്ളിൽ ചൂടുണ്ടെങ്കിൽ നമ്മളിടുന്ന ബട്ടർ ഫുള്ളി മെൽറ്റായി പോവും. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ചിട്ട് വേണം ബട്ടർ ഇടാൻ. നല്ലപോലെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ ബട്ടർ ഇടാൻ വേണ്ടി പാടുള്ളൂ. ഓരോ ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് മെൽറ്റ് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ബീറ്റ് ആവുന്നതിന് ശേഷം നെക്സ്റ്റ് ഓരോ സ്ലൈസ് ബട്ടർ ചെറിയ ചെറിയ ക്യൂബായിട്ട് ഇട്ട് കൊടുക്കുക. ലാർജ് ക്യൂബ്സ് അല്ലാതെ ചെറിയ ചെറിയ സ്ലൈസ് ചെയ്ത് പയ്യെ ഇട്ട് കൊടുക്കുക. ഓരോ സ്ലൈസ് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റി ബട്ടർ ക്രീം കിട്ടും. നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. നല്ല ഈസിയാണ്. കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ ഓരോ ബട്ടർ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ബട്ടർ ഇടുന്നതിന് മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിലുള്ള പാത്രത്തിലുള്ള എല്ലാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം മാത്രം ലാസ്റ്റ് ഇതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫൈനൽ ക്യൂബും കൂടി ഇട്ട് നല്ലപോലെ ഹൈ സ്പീഡിൽ അതങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം സ്റ്റിഫ് പീക്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഒന്ന് നമ്മുടെ ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ കണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കുറച്ചും കൂടെ ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്യാം. കുറേ ഇട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ലൂസായി പോകും. പിന്നെ നമുക്കത് തിരിച്ച് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. സോ ഒരു നോർമൽ കൺസിസ്റ്റൻസി, ഒരു മീഡിയം സ്റ്റിഫ് പീക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നല്ല ഓഫ് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഓഫ് വൈറ്റ് കളർ വേണ്ടെന്നാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പേർപ്പിളോ വയലറ്റോ കളർ ജസ്റ്റ് ഒരു പിഞ്ച് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് വൈറ്റ് കളറിലേക്ക് നമ്മുടെ ബട്ടർ ക്രീം വരും. എനിക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡ് മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് എടുത്തത് കേട്ടോ. ആൻഡ് ഇത് നമ്മൾ 1 kg റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. 2 kg വേണമെങ്കിൽ നമ്മൾ ഒരു ബാച്ചും കൂടെ സെപ്പറേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത ആ മെഷർമെൻറ്റ് മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ ഓരോരോ ബാച്ചായിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ഒന്നും കൂടെ ബീറ്റ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ ക്ലിംഗ് റാപ്പ് ചെയ്ത് നേരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സ്റ്റോർ ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു 1 or 2 hours മുമ്പേ എടുത്തൊന്ന് പുറത്ത് റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ
അടുത്ത പരിപാടിയായിരുന്നു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക എന്നുള്ളത്. ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. എല്ലാം ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. സ്പാനിഷ് ഡിലൈറ്റിനകത്ത് കസ്റ്റമർ ആകെ പറഞ്ഞ ഒരു റിക്വയർമെൻറ്റ് അവർക്ക് മാക്സിമം പീസസ് ആയിട്ട് വേണം 1 kg കേക്ക്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമ്മൾ 9 ഇഞ്ചിൻ്റെ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. ആദ്യം തന്നെ ഫ്ലോറൊക്കെ അരിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. 4 എഗ്ഗിൻ്റെ റെസിപ്പി ആട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത്. നമ്മുടെ വാനില സ്പഞ്ചിൻ്റെയോ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെയോ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വേറെ ഏതെങ്കിലും ഫ്ലേവേഴ്സിൻ്റെ റെസിപ്പി വീഡിയോ ആണെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ബീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മുടെ ഫ്ലോറൊക്കെ വെച്ച് മിക്സ് ചെയ്തു. എപ്പോഴും നമ്മൾ കേക്ക് ഫോൾഡ് ചെയ്യാൻ നേരത്ത് ലാസ്റ്റ് എപ്പോഴും ഫ്ലോർ യൂസ് ചെയ്യുക. മിൽക്ക് അല്ലാതെ ലാസ്റ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫൈനൽ സ്റ്റേജിൽ ഫ്ലോർ ഇട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ആൻഡ് നമ്മൾ പാനിലേക്ക് ഒഴിക്കുമ്പോൾ ലാസ്റ്റ് വരുന്ന കുറച്ച് ട്രിപ്പ് നടുക്ക് ഒഴിക്കാതെ സൈഡിലേക്ക് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നടുക്ക് ക്രാക്ക് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഈവൺ ആയിട്ട് നമ്മുടെ കേക്ക് ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. വൈറ്റ് ഫോറസ്റ്റിൻ്റെ തീം വന്നിട്ട് സ്പൈഡർമാൻ ആയിരുന്നു. അത് ടോൾ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ അടുത്തത് നമ്മൾ സീവ് ചെയ്ത് വെച്ചു ഡ്രൈ ഇൻഗ്രീഡിയൻസ്. കാരണം വേഗം പണി തീർത്താൽ നമുക്ക് അടുത്ത പണി വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം സ്പീഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാ സ്പഞ്ചും രാത്രി തന്നെ ബേക്ക് ചെയ്ത് വയ്ക്കും. അതെല്ലാ വർക്കിനും അങ്ങനെയാണ്. എമർജൻസി ഓർഡേഴ്സിന് മാത്രമാണ് നമ്മൾ വേഗം അപ്പം ചെയ്യുന്നത്. അതിനുശേഷം മാക്സിമം അതെല്ലാം അരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ബട്ടർ ക്രീമിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ 1 വീക്കായിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം കുറച്ച് പണികളും കൂടെ എനിക്ക് ഇതിൻ്റെ ഒപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം ബിസി ആയിരുന്നു എൻ്റെ പണി. ഞാൻ എല്ലാ പാത്രവും ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. സ്പെഷ്യലി കേക്കിൻ്റെ പാത്രം എല്ലാം ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ബാച്ച് വെച്ച കേക്ക് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സെക്കൻഡ് ബാച്ചും കൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രലൈൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫില്ലിങ്ങിലും നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിങ്ങിലും പ്രലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ കാഷ്യൂനട്ട് മാത്രമാണ് യൂസ് ചെയ്യണത്. നമുക്ക് ബദാമോ പീനട്ടോ എന്ത് വേണേൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ പ്രിഫറൻസസ് അനുസരിച്ച് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ കാഷ്യൂനട്ട് കേട്ടോ. സോ ആദ്യം തന്നെ 1 കപ്പ് പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അത് കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ നട്ട്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സിലിക്കോൺ മാറ്റിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി വെക്കുക. അത് വെച്ച ഗ്യാപ്പിൽ നമ്മൾ നേരെ പോയി നമ്മുടെ കൊറിയേഴ്സ് ഓപ്പൺ ചെയ്തു. ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തസ്മി ബേക്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് ഇതായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങുന്നത്. പക്ഷേ നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വെഡ്ഡിങ് കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നമ്മുടെ ഗോൾഡൻ ലീഫ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടും വേണമായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നമ്മളതൊക്കെ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെഡ്ഡിങ് കേക്കിൻ്റെ പ്രിപ്പറേഷനാണ്. 8 എഗ്ഗിൻ്റെ റെസിപ്പി ആട്ടോ നമ്മൾ ചെയ്തത്. ബട്ടർ സ്കോച്ച് കാരമൽ ആയിരുന്നു ഫ്ലേവർ വന്നിട്ട്. ടോട്ടൽ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 2 kg ആയിരുന്നു. 8 ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മൾ ബോട്ടം ടയർ ചെയ്തത്. ടോപ്പ് ടയർ വന്നിട്ട് 5 ഇഞ്ചിൻ്റെ 2 പാനിലാട്ടോ ചെയ്തത്. ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. 1.5 kg നമ്മൾ 8 ഇഞ്ചിലും ബാക്കി നമ്മൾ ഹാഫ് ആയിട്ട് നമ്മൾ ഈക്വൽ ആക്കിയിട്ട് 5 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നേരെ ബേക്ക് ആക്കാൻ വേണ്ടി വെച്ചു. ബേക്ക് ആയി കഴിഞ്ഞ ശേഷം നമ്മുടെ എല്ലാം കംപ്ലീറ്റ്ലി കൂളാക്കാൻ വേണ്ടി നമ്മൾ വെച്ചു കേട്ടോ. ആ ഗ്യാപ്പിലാണ് നമ്മൾ കിച്ചൺ ഫുൾ ക്ലീൻ ചെയ്തത്. സാധാരണ അമ്മയാണ് എനിക്ക് ഇത്രയും ഹെക്ടിക് ഡേ വരുമ്പോൾ പാത്രമൊക്കെ അതിനനുസരിച്ച് കഴുകി തരാറ്. ഞാൻ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും അമ്മ അതിനനുസരിച്ചുള്ള പാത്രമൊക്കെ കഴുകി തരും. അമ്മ ഉണ്ടായിരുന്നില്ല, അമ്മ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫുൾ വർക്ക് ഒരുമിച്ച് ചെയ്യേണ്ടത്. നല്ല ഹെക്ടിക് ഡേ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 5-6 കിലോ ഒരുമിച്ച് ബേക്ക് ചെയ്ത ദിവസമായതുകൊണ്ട് ഇരിക്കാൻ പോലും എനിക്ക് ടൈം കിട്ടിയില്ല. അമ്മയുള്ളപ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റെങ്കിലും കിട്ടും. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല. അതേ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചൂടാറിയ കേക്ക്സ് എല്ലാം എടുത്ത് നേരെ ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചു. എല്ലാ കേക്ക്സും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് ഡേ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലെയേഴ്സൊക്കെ കിട്ടും. അധികം കേക്ക് പൊടിഞ്ഞൊന്നും പോവില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ബേക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 1:30 മണിയായി കിടന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എഴുന്നേറ്റു. കാരണം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ പണികളും തുടങ്ങി. നമുക്ക് കേക്ക്സ് കൊടുക്കാനുള്ളത് രാവിലെ കൊടുക്കാനുള്ള കേക്ക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഈവനിങ് ആയിരുന്നു. ഒരു 3 o'clock 6 o'clock അങ്ങനെയായിരുന്നു നമ്മുടെ ടൈമിങ്സ് വന്നത്. അതുകൊണ്ട് അത്ര ഹറിബറി ഉണ്ടായിരുന്നില്ല. സോ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ചായയും ഒക്കെ പ്രിപ്പയർ ചെയ്തു. ഉപ്പുമാവാട്ടോ ഞാൻ വേഗം ഉണ്ടാക്കിയത്. കാരണം വേഗം പണി തീർക്കണമായിരുന്നു. എന്നാലും എനിക്ക് എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. ആ ഗ്യാപ്പിലാണ് നമ്മൾ നമ്മുടെ
സിറപ്പെല്ലാം പ്രിപ്പയർ ചെയ്തത്. ആദ്യം തന്നെ നമുക്ക് സ്പാനിഷ് ഡിലൈറ്റിനുള്ള മിൽക്ക് സിറപ്പ് റെഡിയാക്കണമായിരുന്നു. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും നമുക്ക് വൈറ്റ് ഫോറസ്റ്റിനുള്ള ചെറി സിറപ്പും പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായത് നോർമൽ ഷുഗർ സിറപ്പ് എല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പായിരുന്നു ക്രീം ബീറ്റ് ചെയ്യാന്ന്. ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ സ്പാനിഷ് ഡിലൈറ്റിനുള്ള ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാക്കറ്റ് ബൂസ്റ്റാണ് നമ്മുടെ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഈ ടൈം ആയപ്പോഴത്തേക്കും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലൊരു കുഞ്ഞു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കസിൻ ചേട്ടൻ്റെ വാവയാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേക്ക്. പക്ഷെ അവന് അത്ര കേക്ക്സ് നമ്മൾ കൊടുക്കാറില്ല. സ്പെഷ്യലി ഇങ്ങനത്തെ ക്രീം കേക്ക്സ് നമ്മൾ അവനെ കൊടുക്കാറില്ല. നോർമൽ ടീ കേക്ക്സ് അങ്ങനത്തെ കേക്ക്സാണ് അവന് കൊടുക്കുക. അതും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാട്ടോ കൊടുക്കുക. അതുകൊണ്ട് അവനത് കാണാൻ വേണ്ടി അവിടെ വന്നിരുന്നതാണ്. പിന്നെ അവന് കുറച്ച് ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. വാവ അത് കഴിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന്. ആദ്യം തന്നെ നമ്മൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കേക്കിലേക്ക് നമ്മൾ നമ്മുടെ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് മിൽക്ക് സിറപ്പാണ്. മിൽക്കും നമ്മുടെ ബൂസ്റ്റും ഷുഗറും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിറപ്പാണ്. അതിനുശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുത്ത് നല്ലപോലെ റിച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് കേക്ക്സും കൂടി ആട്ടത്. പിന്നെ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്കോ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ എന്ത് വേണേൽ നമുക്ക് ഫില്ലിങ്ങിന് കൊടുക്കാം. ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കൊടുക്കുന്നത്. ഒപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രലൈൻസും കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല റിച്ച് ആൻഡ് പ്രീമിയം ഫില്ലിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കേക്ക് നല്ലപോലെ സോക്ക് ചെയ്ത് ഒന്നും കൂടെ നമ്മുടെ ഫൈനൽ ലെയറും കൂടെ കൊടുത്ത് കേക്ക് നല്ലപോലെ ഫിനിഷ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. സ്ക്വയർ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നമാണ് നമ്മുടെ എഡ്ജസൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ എല്ലാം ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് നമ്മൾ നേരെ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അതിനുശേഷം എൻ്റെയും വാവയുടെയും കുറച്ച് സ്നേഹപ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്ന് പറയുന്ന പോലെ വാവയുടെ പാട്ടും താളമൊക്കെ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ അവൻ്റേതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നെക്സ്റ്റ് കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് നമ്മുടെ സ്പൈഡർമാൻ്റെ ടോൾ കേക്ക് ആയിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്ത് കളയണമെന്ന് നിർബന്ധമില്ല. എനിക്ക് കട്ട് ചെയ്ത് കളയുമ്പോഴാണ് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ സൈഡ്സൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കളയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് കേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്ത് എടുത്തു. നമുക്ക് ടോട്ടൽ 6 ലെയേഴ്സ് ആയിട്ടാണ് കിട്ടിയത്. 6 ഇഞ്ചിൻ്റെ 2 പാനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാവ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. വൈറ്റ് ഫോറസ്റ്റ് സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെറി സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫില്ലിംഗ് ആയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, സ്ട്രോബെറി ക്രഷും നമ്മൾ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്നത്. ചെറിയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ചെറി നമ്മൾ ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ആഡ് ചെയ്യുക. ചില കസ്റ്റമേഴ്സിന് അതിന് അലർജി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടാട്ടോ ആഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുക. കുറച്ച് ചെറിയാണ് ഞാൻ മാക്സിമം ഫില്ലിങ്ങിൽ കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ കൂടുതലും വൈറ്റ് ചോക്കോ ചിപ്പാണ് കൂടുതലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കും. സെയിം പ്രോസസ്സാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് വരെ ചെയ്ത് കൊടുക്കുന്നത്. ടോട്ടൽ 6 ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സ്ക്രേപ്പർ വെച്ച് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് അതൊന്നിങ്ങനെ കവറാവും. അധികം ക്രംസ് ഒന്നും കാണാത്ത രീതി നന്നായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ ലെയേഴ്സും വെച്ച് കൊടുത്തിട്ട് ഫൈനൽ ആയിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കേക്ക് നല്ലപോലെ ക്രം കോട്ട് ചെയ്ത് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഉള്ളിൽ നമ്മൾ ഡവൽസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക് ഡവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് ആട്ടോ ഡബിൾസ് കൊടുത്തത്. അതിനുശേഷം നമ്മൾ കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നെക്സ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് വെഡ്ഡിംഗ് കേക്ക് ആയിരുന്നു. 2 ടയർ ആയിരുന്നു കേട്ടോ വെഡ്ഡിംഗ് കേക്ക് വന്നിട്ട്. അതുകൊണ്ട് ബേസിൽ നമ്മൾ നല്ലപോലെ ബട്ടർ ക്രീം കൊടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നോർമൽ ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്തത്. നമ്മൾ നോർമൽ കേക്ക്സ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഈസിയാണ് ബട്ടർ ക്രീം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം കുറച്ചും കൂടെ സ്റ്റേബിളാണ് നമ്മുടെ ബട്ടർ ക്രീം. നോർമൽ വിപ്പിംഗ് ക്രീമിനെക്കാട്ടും ബട്ടർ ക്രീം കേക്ക്സ് കുറച്ചും കൂടെ സ്റ്റേബിളാണ്. അധികം ഇഷ്യൂസ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനും കൂടെ പറ്റും. നമ്മുടെ വിപ്പിംഗ് ക്രീം കേക്ക്സിനെ പോലെയല്ല. അത് കഴിഞ്ഞ് നമ്മൾ ലെയേഴ്സ് കൊടുക്കുമ്പോഴായാലും കുറച്ച് തിന്നായിട്ടാണ് നമ്മൾ ലെയേഴ്സ് കൊടുക്കുക. നമ്മുടെ വിപ്പിംഗ് ക്രീം കേക്ക് ചെയ്യുന്ന പോലെ തിക്കായിട്ടല്ല നമ്മൾ ലെയേഴ്സ് കൊടുക്കുക. കുറച്ച് തിന്നായിട്ടാണ് നമ്മൾ ലെയേഴ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോർഡേഴ്സ് എല്ലാം ഒന്ന് സീൽ ചെയ്തതിന് ശേഷം ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത് നല്ല ക്രീമി കാരമൽ സോസാണ്. അതിനകത്ത് നമ്മൾ പ്രലൈൻസും കൂടെ നല്ലപോലെ ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അങ്ങനെ ഓരോ ലെയേഴ്സിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ബട്ടർ ക്രീമും കൂടെ കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നെക്സ്റ്റ് ഓരോ ലെയറും സീൽ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും നമ്മുടെ ക്രംസ് ഒന്നും പുറത്ത് പോവാതെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോവാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ഓരോ ലെയേഴ്സും നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഫൈനൽ ലെയറും കൂടെ വെച്ച് കൊടുത്ത് ഫുൾ ഒന്നും കൂടെ ക്രം കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പ്ലാസ്റ്റിക് ഡബിൾസും കൂടെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. കേക്ക് നമുക്ക് വരാപ്പുഴയിലായിരുന്നു കേട്ടോ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായത്. ഇതെൻ്റെ കസിൻ ചേട്ടൻ്റെ വെഡ്ഡിങ് കേക്കാണ്. കസിൻ ചേട്ടൻ്റെ വെഡ്ഡിങ്ങിനായിരുന്നു അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഗോവയെ വെച്ചിട്ടായിരുന്നു കേട്ടോ വെഡ്ഡിങ്. സോ അതുകൊണ്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. എനിക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു. സോ വീട്ടിൽ നിന്ന് അമ്മയും ബ്രദറുമാണ് പോയത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാസ്റ്റിക് ഡബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പ് ലെയറിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. സെയിം പ്രോസസ്സ് തന്നെയാണ്, സെയിം ഫില്ലിങ്സ് തന്നെയാണ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം 2 ലെയേഴ്സും സ്പെഷ്യലി നമ്മൾ 2 ടയർ കേക്ക്സ് ചെയ്യുമ്പോൾ 2 ടയേഴ്സും നല്ല പോലെ സെറ്റ് ആവണം. അതുകൊണ്ടാണ് നമ്മൾ വേഗം ഫിനിഷ് ചെയ്തിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ച സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഫൈനൽ ഫിനിഷിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെയിം സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ക്രീം വെച്ചാണ് നമ്മൾ കവറിങ് കൊടുത്തത്. അതിൻ്റെ ഒത്തൻറ്റിക് ഡിസൈനോ അതിൻ്റെ ഒത്തൻറ്റിക് ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ നോർമൽ ക്രീം വെച്ച് തന്നെ ചെയ്താൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ല ഫ്ലേവറുള്ളൊരു കേക്കും കൂടി ആട്ടോ സ്പാനിഷ് ഡിലൈറ്റ്. സോ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകുന്ന പോലത്തെ ഡിസൈൻ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതായത് ഡ്രിപ്പാണ് കസ്റ്റമർ ഉദ്ദേശിച്ചത്. സോ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. ഡ്രിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്ക് നല്ല പോലെ സെറ്റ് ആവണം. കേക്ക് നല്ലതായിട്ട് കൂളായിട്ടിരുന്നാൽ മാത്രമേ ഡ്രിപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഫൈനൽ ഫിനിഷിങ് ചെയ്ത് കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഒരു 35 മിനിറ്റ്സ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഡ്രിപ്പ് ഒഴിച്ചു കൊടുത്തത്. ആദ്യം തന്നെ ഞാൻ ബോർഡേഴ്സിലാണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ബോർഡേഴ്സ് എല്ലാം നല്ലപോലെ സീൽ ചെയ്തിട്ടാണ് ഞാൻ ടോപ്പ് പോർഷനിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ കേക്ക് സെറ്റ് ചെയ്യാൻ വെച്ച ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ സെക്കൻഡ് കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് ക്രം കോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ലൈറ്റ് ബ്ലൂ കളറിലാണ് കൊടുത്തത്. സ്പൈഡർമാൻ തീമായിരുന്നു. ഞാൻ ഓൾറെഡി ചെയ്ത ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ അയച്ചത്. സോ അതുകൊണ്ട് വലിയ പണി ഉണ്ടായിരുന്നില്ല. ചെയ്ത അതേ ഡിസൈൻ ആയിരുന്നു. നമ്മൾ സ്ക്രേപ്പർ ഡിസൈനും കൂടിയാണ് കൊടുത്തത്. അതിനുശേഷം ക്രീമെല്ലാം നല്ലപോലെ കൊടുത്തിട്ട് സ്ക്രേപ്പർ ഡിസൈൻ കൊടുത്ത് നല്ലപോലെ ഷാർപ്പഡ് ജെല്ലാക്കി എടുത്തു. ഇതിനകത്ത് പേപ്പർ പ്രിൻ്റ് ആട്ടോ കസ്റ്റമർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. എഡിബിൾ അല്ല, പേപ്പർ പ്രിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് നല്ലപോലെ ഫിനിഷ് ചെയ്ത് ഫൈനൽ ഫിനിഷിംഗ് ആക്കിയിട്ട് കേക്ക് സെറ്റ് ചെയ്യാൻ വെച്ചു. ബേസൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ബാക്കി ഫില്ലിങ്ങും കൂടെ ഒഴിച്ചു കൊടുത്തു. അതായത് ബാക്കി ഡ്രിപ്പും കൂടെ ഒഴിച്ച് കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത് ഒഴിക്കുന്ന ഡ്രിപ്പ് ഒരിക്കലും ഒഴുകി മറ്റേതിൻ്റെ കൂടെ വരില്ല. കാരണം മറ്റേ പോർഷൻ നല്ലപോലെ സെറ്റായിട്ടിരിക്കുകയാണ്. ആൻഡ് കേക്ക് കുറച്ചുകൂടെ കൂളായിട്ടിരിക്കുന്നതുകൊണ്ട് ഫുൾ ഒഴുകി ബേസിലേക്ക് വീഴുന്നുള്ള ടെൻഷനും ഇല്ല കേട്ടോ. ഇതിന് ശേഷം നമ്മൾ കേക്ക് കുറച്ച് നേരം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈം ആയപ്പോഴത്തേക്കും കേക്ക് ഒന്നുകൂടെ സെറ്റായ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് നോസിൽ ഡിസൈനും കൂടെ കൊടുത്തിരുന്നു. ചെറിയ ചെറിയ ഷെൽസിൻ്റെ ഡിസൈനാണ് കൊടുത്തത്. ബിറ്റ്വീനായിട്ട് നമ്മൾ കുറച്ച് റോസിറ്റയും കൂടെ കൊടുത്ത് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഫുൾ ബോർഡേഴ്സും അങ്ങനെയാണ് ചെയ്തത്. കസ്റ്റമർ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ആലപ്പുഴയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. സോ കസ്റ്റമർ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കേക്ക് നമ്മൾ ഫൈനൽ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടോപ്പ് പോർഷനിൽ നമ്മൾ കുറച്ച് ചോക്കോ ചിപ്പും കൂടെ കൊടുത്തിട്ട് പേരും കൂടെ വെച്ച് കൊടുത്തു. പേര് നമ്മൾ ഫോണ്ടനിൽ നമ്മൾ റൈറ്റിംഗ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ എഴുതിയത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. അതിനുശേഷം നമ്മൾ നേരെ കേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ബോക്സ് എല്ലാം എടുത്തു. ബോക്സിലേക്ക് ഞാൻ എപ്പോഴും ബോക്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കും. നമ്മുടെ ബ്രൗൺ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കേക്ക് വയ്ക്കുമ്പോൾ കേക്ക് ഒരിക്കലും ബേസിൽ നിന്ന് തെന്നിപ്പോവോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരില്ല. ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങി ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലയിൻസും കേക്ക് വീണു എന്ന് പറഞ്ഞൊരു കംപ്ലയിൻസും വന്നിട്ടില്ല, ടച്ച് വുഡ്. സോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സേഫായിട്ട് കേക്ക് എത്തും. അതിനുശേഷം കേക്കൊക്കെ പാക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 5 o'clock ആയപ്പോഴാട്ടോ കസ്റ്റമർ എത്തിയത് കേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തു. കസ്റ്റമർ നല്ല സേഫായിട്ടാണ് അവിടെ എത്തിയതെന്ന് കസ്റ്റമർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുശേഷം കേക്ക് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വർക്കിന് നിന്നു. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ തീം കേക്ക് ആയിരുന്നു, വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ പ്രിൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പേപ്പർ പ്രിൻറ്റ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു ടൂത്ത് പിക്കോ വുഡൻ സ്റ്റിക്കിലോ ആണ് ഞാനിത് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഫേസ് പോർഷൻ നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ ടോപ്പ് പോർഷനിലാണ് വെച്ച് കൊടുത്തത്. സെയിം റെഫറൻസ് പിക്ക് പോലെ തന്നെ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞു. സോ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പേപ്പർ പ്രിൻറ്റ് കേക്കിലേക്ക് വെച്ച് കൊടുത്തു. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് റെഡ് കളർ വന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് റെഡ് കളറും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പേസ്ട്രി ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഓരോരോ സൈഡിലും ഇതേപോലെ ചെറുതായിട്ടൊന്ന് റെഡ് കളർ വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. പിന്നെ പേര് എഴുതാനുണ്ട്. പേര് നമ്മൾ ഫോണ്ടനിലാണ് എഴുതിയത്. കസ്റ്റമർ ഇങ്ങനെ 2 കളറായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ കേക്ക്സ് എല്ലാം കൊടുത്തതിന് ശേഷം നൈറ്റ് നമ്മൾ ബാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ ബട്ടർ ക്രീമിൻ്റെ വർക്കാട്ടോ. ബട്ടർ ക്രീമിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത്. ഞാൻ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ കേക്ക്സും ചെയ്യുന്നത്. എനിക്ക് അതാണ് കുറച്ചുകൂടെ ഈസിയും കുറച്ചുകൂടെ നീറ്റും ആയിട്ട് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിനുശേഷം നമ്മൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് കേക്ക് നല്ല പോലെ ഫിനിഷ് ചെയ്തെടുത്തു. ബട്ടർ ക്രീം കേക്ക് ഫിനിഷ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം. അതിനുശേഷം നമ്മൾ നല്ലപോലെ സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തു. ഇങ്ങനത്തെ ഒരു സ്റ്റീൽ സ്ക്രേപ്പർ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം ബട്ടർ ക്രീമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ നമ്മുടെ സ്ക്രേപ്പർ ഒന്ന് കഴുകി എടുക്കുമ്പോഴത്തേക്കും അതിൽ ചൂട് കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യും. അപ്പം നല്ല പോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സ്പെഷ്യലി ബട്ടർ ക്രീമിൽ. നമ്മുടെ നോർമൽ വിപ്പിംഗ് ക്രീമിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കേക്ക് ലൂസായി പോകും. നോർമൽ വാട്ടറിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുശേഷം ഓരോരോ സൈഡ് നമ്മൾ കവർ ചെയ്ത് ഇതേപോലെ
ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും, നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആൻഡ് ടോപ്പ് പോർഷൻ ഞാൻ ഫുൾ ഷാർപ്പ് എഡ്ജ് ആക്കിയെടുത്തില്ല, അത് നമ്മൾ ലാസ്റ്റ് ഒരു നൈഫ് വെച്ച് കേക്ക് സെറ്റ് ആയതിനു ശേഷം ഒരു നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഷാർപ്പ് എഡ്ജ് കിട്ടും. ബട്ടർ ക്രീം ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് അങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുത്തത്. അതേ നമ്മുടെ ലാസ്റ്റ് ടോപ്പ് പോർഷനും കൂടെ സെയിം അതേപോലെ ഫിനിഷ് ചെയ്തെടുത്തു. 2 ടയേഴ്സും ഇൻഡിവിജ്വലി ഒരു 4 hours 4 to എത്ര അവേഴ്സ് വേണേ, ഓവർനൈറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്, ടൈം ഉണ്ടെങ്കിൽ അത്രയും നല്ലപോലെ സെറ്റായാൽ നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ കേക്ക് പൊടിഞ്ഞു പോവുക അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല. കേക്ക് ചിലപ്പോൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇരുന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, വെയിറ്റ് കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് നല്ലപോലെ കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരു 1 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. കേക്ക് നല്ലപോലെ 2 ടയേഴ്സും സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ സ്റ്റാക്ക് ചെയ്യാറുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോസസ്സ്. ഒരു നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ആ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ഷാർപ്പ് എഡ്ജ് നമുക്ക് കിട്ടും ബട്ടർ ക്രീമിൽ. അതിനുശേഷം നമ്മൾ പയ്യെ സ്റ്റാക്ക് ചെയ്തു. സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് പോർഷൻ്റെ നടുക്ക് കൂടെ ഡവൽസ് ഒന്ന് പയ്യൊന്ന് ഇറക്കി കൊടുത്തിട്ട് എവിടെയാണോ നമ്മൾ കറക്റ്റായിട്ട് വെക്കുന്നത് നമ്മുടെ ഡിസൈനും കൂടെ മനസ്സിലോർത്തിട്ട് കേക്ക് ഒന്ന് നടുക്കാക്കി കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഡവൽസ് കംപ്ലീറ്റ്ലി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. അതിനുശേഷം നമുക്ക് ഡവൽസ് പയ്യെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എവിടെയൊക്കെയോ വേണോ അവിടെയൊക്കെ ഒന്ന് ഡവൽസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ടോപ്പ് പോർഷനിൽ ആ ഗ്യാപ്പും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ, കേക്ക് കൊടുക്കേണ്ട ദിവസമായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ഈവനിങ് ആയപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതായത് കേക്കിൽ അധികം വർക്ക് ഉണ്ടായിരുന്നില്ല, എല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. സോ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനകത്തേക്ക് ഞാൻ കറക്റ്റായിട്ട് കുറച്ച് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക വന്ന്. കേക്കിനകത്തേക്ക് നമ്മൾ ഫ്ലവർ വെക്കുന്ന കറക്റ്റ് ആ പോർഷൻ മാത്രം എൻ്റെ ഫോണിൽ കാണുന്നില്ല, ബാക്കി എല്ലാം ഉണ്ട്. കറക്റ്റ് ഞാൻ കേക്കിൽ ഈ ഫ്ലവേഴ്സ് വെക്കുന്നതൊഴികെ ബാക്കി എല്ലാം കിട്ടി, അതുകൊണ്ട് ആ പോർഷൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വർക്ക് മാത്രമാട്ടോ. അതിനുശേഷം നമ്മൾ കേക്കിലേക്ക് നമ്മുടെ ഫ്ലവേഴ്സും കുറച്ച് ഗോൾഡൻ ലീഫും നോർമൽ ഗ്രീൻ ലീവ്സും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഫ്രഷ് അല്ല, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നത് ഇങ്ങനെ ഷുഗർ ബോൾസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും വൈറ്റ് ഷുഗർ ബോൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ അയച്ചെന്ന റെഫറൻസ് പിക്കിലുണ്ടായത്. കേക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് ഫ്ലവർ, ഫോക്സ് ബോൾ, കുറച്ച് ഗോൾഡൻ ലീവ്സ്, ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ഓരോരോ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ അയച്ചു തന്ന ഡിസൈനിനകത്ത് അങ്ങനെയായിരുന്നു. സോ നമ്മളിങ്ങനെ കേക്കിനകത്തേക്ക് ചുമ്മാ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ഫോണ്ടൻ ടൂൾ വെച്ച് ഓരോരോ ഹോൾസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അത് നല്ല ഭംഗിയിൽ വന്നു. അതാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് സൈസ് അനുസരിച്ച് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ അത് ഫുൾ ചെയ്തു. അതിനുശേഷം കുറച്ച് ചെറിയ സൈസസും കൂടെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ പയ്യെ ചെയ്ത് കൊടുത്തു. ചെറിയ സൈസസും കൂടെ കൊടുക്കുന്നത് ഡിസൈനിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. ടോപ്പ് പോർഷനും കൂടെ നമ്മൾ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് കേക്ക് ഫിനിഷ് ആയതിനു ശേഷം ഞാൻ വീട്ടിലെല്ലാവരെയും വിളിച്ച് കാണിക്കും. എപ്പോഴൊക്കെ ഞാൻ കേക്ക് ചെയ്താലും ആദ്യം വിളിച്ച് കാണിക്കുന്നത് അമ്മയാണ്. അമ്മ അവിടെ ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ ബാക്കി എല്ലാവരും വിളിക്കണം. അമ്മ എന്തായാലും ഞാൻ കേക്ക് കാണിച്ചിരിക്കും. അമ്മ ഉറങ്ങുവാണെങ്കിൽ പോലും ഞാൻ അമ്മ വിളിച്ച് കേക്ക് കാണിച്ചിരിക്കും. അതിനുശേഷം അമ്മയൊക്കെ വന്ന് കേക്ക് കണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരെ പോയി റെഡിയായതിനു ശേഷം നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ്, ടോൾ കേക്ക് ബോക്സിലാണ് പാക്ക് ചെയ്ത് എല്ലാവരും റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കുക. ആദ്യം ഞാനും ചേട്ടനും കൂടെയാണ് പോയത് നേരെ വെന്യൂലേക്ക്. ഫസ്റ്റ് കേക്ക് എത്തണമല്ലോ, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെഡിയായി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് വന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.